ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മാട്രോ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതെ, അങ്ങനെ എൻ്റെ ഒടുവിൽ അവസാനം എൻ്റെ 12 Pro ഞാൻ എടുത്തിട്ട് തൊടുവിലേക്ക് കളയാൻ പോവാണ് ഗായ്സ്. എനിക്ക് പുതിയൊരു iPhone 16 Pro കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ട് ഗായ്സ്. ഇന്ന് കുറേ കാലമായി ഫോണ് 12 Pro അറിയാലോ എല്ലാവർക്കും. എത്ര 12 Pro ഇറങ്ങിയിട്ട് എത്രയായി? 4 കൊല്ലോ 3 കൊല്ലൊക്കെ ആയി. അങ്ങനൊരു 16 Pro ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ആപ്പിൾ സ്റ്റോറിൽ നിന്നിട്ട് അത് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഓൺലി ഒരു 10-11 ദിവസത്തിനുള്ളിലേക്ക് സാധനം കിട്ടി. അവർ പറഞ്ഞ ഡേറ്റ് 1 to 8 ഒക്ടോബറിൻ്റെ ഉള്ളിൽ കിട്ടുന്നതാണ്. പക്ഷെ എനിക്ക് ഇന്നലെ 27-ാം തീയതി 28 ഇന്നലെ കിട്ടി. 28 സെപ്റ്റംബറിന് കിട്ടി. അവര് പറഞ്ഞ എസ്റ്റിമേഷൻ ഡേറ്റിലല്ല, അതിന്റെ മുന്നേ സംബന്ധിച്ചു ഇന്നലെ നൈറ്റ് കിട്ടിയിട്ട് രാവിലെ വരെ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് പൊട്ടിക്കാതെ വെച്ചിക്കാണ് ഗൈസ്. അവര് പറയുന്ന എസ്റ്റിമേഷൻ ഡേറ്റിലൊന്നും അല്ല, അതിന്റെ മുന്നേ നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. സ്റ്റോറിൽ തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും റേറ്റ് കുറവായിട്ട് തന്നെ ഐഫോൺ കിട്ടും കേട്ടോ. 16 Pro 512 ആണ് GB. അപ്പൊ 5600 ആപ്പിൾ സ്റ്റോറിൽ 5599. എല്ലാരും ആപ്പിൾ സ്റ്റോറിൽ തന്നെ വാങ്ങാൻ നോക്കാം. ഇവിടെ മാർക്കറ്റിൽ ഇതിന് നല്ല റേറ്റ് അവർ നല്ല ചാമ്പലാകുന്നുണ്ട്. ഇതാണ് ഗൈസ് ബോക്സ്. ഇതിൽ നിന്നും ഇതിലോട്ട്. അതെ, ഇത് ചാമ്പിക്കാണ്. ഇത് രാമന്റെ പിന്നെ തുണക്കാരന് 20,000 റുപ്യ ചാമ്പിക്കാണ്. രാമ അന്നെ പറ്റിച്ചു സൗണ്ട് ഇല്ലാതില്ല അല്ലാണ്ട് ഗൈസ് നല്ല ഫോണാണ്. അങ്ങനെ അൺബോക്സ് ചെയ്യാം ഗൈസ്. നമുക്ക് അൺബോക്സ് ചെയ്യാൻ പോവാം ഗൈസ്. ഗൈസ്, അതേമാതിരി ഇപ്രാവശ്യം പിന്നെ ബുക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എന്താണ് ഒരു മറ്റേതൊരു പരപ്പ് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതിലിപ്പോ വെറും അവര് സൈസൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്താന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, ദിസ് ഈസ് ദ ന്യൂ കളർ. ഇതാട്ടോ പുതിയ കളറ്, ഡെസേർട്ട് ടൈറ്റാനിയം. പണ്ടത്തെ സെയിം ഇതിപ്പോ എന്താ വ്യത്യാസം നിങ്ങൾ പറഞ്ഞുതരണം. ഒരു മഞ്ഞ കളറ് ഒക്കെ സെയിം ആണ്. ഇവരൊരു പണ്ടത്തെ ഒരു നൊസ്റ്റാളജി പിടിച്ചിരിക്കാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. കണ്ടോ ഗൈസ്? ഇതാണ് ഗൈസ് പുതിയ സാധനം. ഷട്ടർ ബട്ടണോ ക്യാമറയുടെ ക്ലിക്ക് ചെയ്യണ സംഭവം. അത് ബട്ടനാണ് കേട്ടോ, ബട്ടനല്ലാന്ന് വിചാരിച്ചിരുന്നേ. സംഭവം ബട്ടനാണ് ഗൈസ്. ഇനിയിപ്പോ എന്റെ ഹലോ ഹോല കോല എന്തൊരു മങ്ങല് ചാത്തനാണോ? ആപ്പിൾ സ്റ്റോർ ഹലോ. എന്താണ് സംഭവം? മെയിനായിട്ട് നമ്മൾ ഐഫോൺ മേടിച്ചിട്ടുണ്ടാവില്ലേ, മെയിനായിട്ടുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ആപ്പിൾ ID ഇതാക്കുക, ആ സംഭവങ്ങളൊക്കെ അത് കാണിക്കല്ലേ. അതായത് ഒരു 12 Pro ഫുൾ സംഭവം അതിലിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഫസ്റ്റ് നമ്മൾ എന്തായാലും വൈഫൈ കണക്ട് ചെയ്യണത് നിർബന്ധമാണ്. ഐഫോണൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ വൈഫൈ ഇല്ലാതെ ഒരു പരിപാടി നടക്കൂല. അപ്പോൾ ഗൈസ്, നമ്മൾ വൈഫൈയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. മേ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ടു ആക്ടിവേറ്റ് യുവർ ഐഫോൺ. കുറച്ച് ടൈം എടുക്കും. പിന്നെ ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യണത് ടൈം എടുക്കും ഗൈസ്. അപ്പൊ ഞാനിന്ന് കമ്പാരിസൺ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചാണ്. പക്ഷെ തോന്നുന്നില്ല. ജസ്റ്റ് നമ്മൾ എടുത്ത ഒരു സന്തോഷം നിങ്ങൾക്ക് പങ്കുവെക്കുക, അത്രേ ഉള്ളൂ. ഫേസ് ID ഇതാണ് ട്രാൻസ്ഫർ യുവർ ആപ്സ് ആൻഡ് ഡാറ്റ. അപ്പൊ ഇത് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മളെ ഐഫോണ്, previous ഉള്ള ഐഫോണ് ഒന്നും പോവാതെ ഒന്നും പോവാതെ നമുക്ക് നേരെ ഫുള്ള് എല്ലാവരും സാധനം ഈ എന്തൊരു ഡോട്ട് പോലെ ഉണ്ടെങ്കിൽ അത് മൊത്തം നമുക്ക് ഈ ഫോണിക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പോ ഫ്രം അനദർ ഐഫോൺ ട്രാൻസ്ഫർ യുവർ ആപ്സ് ആൻഡ് ആൻഡ്രോയിഡ് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ്രോയിഡും ട്രാൻസ്ഫർ ചെയ്യും. ഐഫോൺ മാത്രമല്ല, ആൻഡ്രോയിഡ്, PC എല്ലാന്നും പറ്റും. ഐക്ലൗഡ് ബാക്കപ്പ്. പിന്നെ അതിനടിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട, നിങ്ങൾക്ക് നോർമലി ഇത് യൂസ് ചെയ്യണം. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണ ഒരു പുതിയ ഫോണായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നടക്കും. അതാ ഓപ്ഷൻ വന്നു കേട്ടോ. അത് കൊടുത്തപ്പോൾ ഇതിന് ഓപ്ഷൻ കൊടുത്തപ്പോൾ ഇതിൽ വന്നു. മൈറൂഫിന്റെ പഴയ 12 Proയിലൊക്കെ എന്റെ മുഖം കാണിച്ചാലും തുറന്നിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു ഓപ്ഷൻ വരും. ഇതിലിങ്ങനെ സ്കാനിങ് ഓപ്ഷനും വരും. അപ്പോൾ ഇത് നമ്മൾ പട്ടത്തിനുള്ളിലേക്ക് ഈ
ഈ ഒരു സംഭവം വെച്ചു കൊടുത്താൽ മാത്രം മതി, നേരത്തിനുള്ളിൽ ഇതാവും. ടൈം എടുക്കും കേട്ടോ, ഒരു നല്ല സമയം എടുക്കും. ഇപ്പോ ഞാനൊക്കെ എന്റെ പണ്ടില്ല, ഞാൻ 15 ചെയ്യുമ്പോൾ എത്ര ടൈം എടുത്തു? അതെന്റെ ഡാറ്റാസ് ഇല്ലല്ലോ. എന്റെ 256 GB ഫുള്ളാണ്. 6 15 ആ 32 GB ആയിട്ടുണ്ടായിരുന്നു. ഈ ഫോണിൽ ഹീറ്റ് കുറവാണ്, സംഭവങ്ങൾ എന്തൊക്കെ അപ്ലൈ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ല. 14 Pro 15 Pro യൂസ് ചെയ്യണവരൊന്നും ഫോൺ ചേഞ്ച് ആക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു ബട്ടൺ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. ബട്ടനാണ്, പക്ക ബട്ടനാണിത്. അവര് ഹീറ്റ് കുറക്കാനും ബാറ്ററി കപ്പാസിറ്റി കൂട്ടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഫ്യൂച്ചറിലുള്ള യൂസിനനുസരിച്ച് തിൻ വെസൽസ് ആണ്. സ്ക്രീനിന്റെ റെഡി ഇത്ര കട്ടി വരുന്നുണ്ട്. ഇതിനെക്കാട്ടിലും ഭയങ്കര തിന്നായിരിക്കുന്നു വെസൽസ്. A17 Pro ബയോണിക് ചിപ്പ് ആയിരുന്നു ഏതിന് 15 Proക്ക്. ഇതിന് A18 ആക്കിക്കണം. കാരണം ഇവരിതൊക്കെ ആക്കുകയാണെങ്കിലും കൂളന്റ് എന്ന് പറഞ്ഞ സംഭവം ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹീറ്റ് ആവും. അപ്പോൾ മെയിൻ ആയിട്ട് ഇവരിതിന്റെ ഹീറ്റ് കുറക്കാനുള്ള ഒരു കൂളന്റ് പറഞ്ഞ സംഭവം ഇതിന്റെ ഉള്ളിൽ കൂടി ഈ കണ്ട ബേസ് ഒക്കെ കൊടുത്തിട്ട് ഇമാര് ഐഫോൺ വാങ്ങിയിട്ട് ഈ 15 Pro അടക്കമുണ്ട്. ക്യാമറ ഓൺ ആക്കിയ ഇവരെ ഫോൺ പറഞ്ഞാൽ ഈ ഐഫോൺ പറഞ്ഞാൽ ആകെയുള്ള ഒരു പ്രശ്നം എന്റെ ഫോൺ ഓൺ ആക്കി നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പൊ തന്നെ ഫോൺ നല്ല ഹീറ്റ് ആയിക്കണം. ഇതിനുള്ള സെറ്റപ്പ് ഇവർ ഇതിൽ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാറ്റാസ് ഒക്കെ. ടൈം എടുക്കും. ഇതാണ് 16 Pro. കാര്യമായിട്ടൊന്നുമില്ല. 15 Proന്റെ സെയിം തന്നെയാണ് കളറ്. 12 Proന്റെ ഒരു നൊസ്റ്റാൾജിയ കളറാണ് അവർ പിടിച്ചിരിക്കുന്നത്. ക്യാമറയില് 15 Pro 16 Pro മെഗാ പിക്സലൊക്കെ സെയിം ആണ്. ടെലി ക്യാമറ 12 മെഗാ പിക്സൽ ആയിരുന്നു. ഇതിൽ 48 ആയി. പിന്നെ 4K 60 ആണ് 15 Proയില്. ഇതിൽ 4K 120 FPS വന്നിരിക്കുന്നു. സിനിമാറ്റിക് സ്ലോമാന്നൊക്കെയാണ് പറയുന്നവര്. ബ്ലോഗർക്ക് ഒന്നുകൂടി എന്താ അത് മാറ്റിയാണെങ്കിൽ ഇതിന്റെ ഡിസൈൻ ഒന്ന് മാറ്റണം. കാര്യം പിടിക്കാൻ മക്കള് കുറെ കാലായിട്ട് 11 സീരീസ് മുതൽ ഈ സംഭവം കൊണച്ച ഡിസൈനാണ്. ഞാൻ ഫോണ് മാറ്റേണ്ട വെച്ചിട്ട് മാറ്റാണ്. എന്റെ ഫോണാണെങ്കിൽ പറ്റായിക്കണം. അല്ല അത് 2 മണിക്കൂറോട്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇതൊക്കെ തന്നെയുള്ളൂ. ആപ്പിൾ ഇന്റലിജൻസ് അത് ഈ മാസം റിലീസായിട്ടില്ല. അടുത്ത മാസമാണ് റിലീസാവുക. അപ്പൊ കാണാം ഇതിന് എന്താ കോണമെന്നൊക്കെ. പിന്നെ 16 നല്ല റേറ്റ് കുറവാണ്. ഇതിനാളിലും കുറെ കളേഴ്സും കാര്യങ്ങളൊക്കെ 16 അവൈലബിൾ ആണ്. 12 Proനെക്കാട്ടിലും അല്ല 16 Proനെക്കാട്ടിലും 12 Pro വേരിയന്റിനെക്കാട്ടിലും 16 കുറെ കളേഴ്സ് അവൈലബിൾ ഉണ്ട്. കാരണം അധികം ലേഡീസും പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് പോണ ഫോണും പ്രോ വേരിയന്റിനെക്കാട്ടിലും അതാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഇപ്പോൾ ഐഫോൺ 16 Proന്റെ ഒരു അൺബോക്സിങ് വീഡിയോ. ഫസ്റ്റ് ലുക്ക്. ഇതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അപ്പോൾ 2 മണിക്കൂറായിട്ട് കാണിക്കുന്നത്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞങ്ങളൊരു കമ്പാരിസൺ വീഡിയോ എടുക്കുന്നതാണ് ഗൈസ്. ആ ചാർജ് ചെയ്ത് വെക്കണം. ചാർജ് ഫുള്ളാണ്. പക്ഷെ എന്നാലും നമ്മൾ പുതിയ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ കിട്ടിക്കുകയാണെങ്കിൽ കുറച്ച് ടൈം ചാർജ് ചെയ്യുമല്ലോ. അതേമാതിരി ആണെങ്കിൽ ഫുള്ളായി. അത് സത്യമാണോ നോണയാണോ? അതെല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. പുതിയ നമ്മൾ എന്തെങ്കിലും സാധനം എടുത്ത ഒരു ഇലക്ട്രോണിക് ഐറ്റം എടുത്താൽ ചാർജ് ചെയ്ത് വെക്കണോ വേണ്ടേ? ഗൂഗിളൊക്കെ പറയുന്നത് സത്യമാണ്. ഗൂഗിൾ അവർ പലതും പറയും. കമ്പാരിസൺ അന്നേതാണ് 15. ഞാനൊരു കഥ പറയണ്ടേ. ബൈ ബൈ ഗൈസ്.